ഈ ചെയ്തവരെ ഇതിന് ഉത്തരവാദിയായവരെ പിടിച്ച് സ്റ്റേഷനിലിട്ടേനെ. ഞങ്ങളെ പോലെയുള്ളൊരു പാവങ്ങളായിരുന്നെങ്കിൽ അവർക്ക് കാശുള്ളതുകൊണ്ടായിരിക്കും ഇത് ഒതുങ്ങിപ്പോയത്. ഞങ്ങൾക്കറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും. പക്ഷെ ആ പെണ്ണ് ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത്രയും നല്ലൊരു പെണ്ണാ. ചേച്ചി കേൾക്കാൻ പറ്റുന്നില്ല. ആരാ ഇത്? അന്നമ്മ പൊന്നാണോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പാവപ്പെട്ടവർക്ക് ഒരു നീതിയും കിട്ടത്തില്ലയോ എന്നാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ പണക്കാർക്കും രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും അവർക്കൊക്കെ ഒരു പ്രത്യേകതരം നീതിയാണ്. അവർക്ക് മാത്രമേ ഉള്ളൂ നീതി കിട്ടുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസ്മോൾ മരിച്ചിട്ട് ഇപ്പം എത്ര ദിവസമായി? ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇതുവരെയായിട്ടും ഈ പറയുന്ന ഭർത്താവിനെ ചോദ്യം ചെയ്യുകയോ അതോടൊപ്പം തന്നെ ഈ ഓക്സിജൻ തള്ളയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വേലക്കാരിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. SHO പറയുന്ന ഒരു കാര്യം, ഇതുവരെ പ്രാരംഭഘട്ടമായിട്ടേ ഉള്ളെന്ന്. ഇതുവരെയായിട്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഇവരുടെ വീട്ടിലുള്ളവരുടെ ആരുടെയും മൊഴിയെടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരനാണ് ഈ പറയുന്ന ജിസ്മോളുടെ ഭർത്താവ് എങ്കിൽ അവനെ പിടിച്ച് ഉള്ളിലിട്ടേനെ, കേസ് അടിപൊളിയായിട്ട് നടന്നേനെ, അവനെ ചോദ്യം ചെയ്തേനെ, എല്ലാം നടന്നേനെ. ഇവിടെ പണത്തിൻ്റെ ആ ഒരു കുങ്ക് കാരണം, ആ പണമുള്ളവൻ്റെ അടുത്തേ തൂക്കമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പണമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ ഈ ജിമ്മിയെ അവരുടെ തള്ളയെ ഒന്നും ചോദ്യം ചെയ്യാൻ പോലും പോലീസ് വിളിപ്പിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പോലും കിട്ടിയിട്ട് പോലുമില്ല. എവിടൊക്കെ ഉണ്ട്? ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസിന് ഇതൊന്നും ഇതുവരെയായിട്ടും അന്വേഷിക്കണമെന്നുമില്ല, കണ്ടെത്തണമെന്നുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ അവരുടെ നാട്ടിൽ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒക്കെ സാന്നിധ്യത്തിലാണ് ആ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച നീർക്കാട് സ്വദേശികൾക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ പോലീസുകാർ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെല്ലാം ഇറങ്ങി കാര്യങ്ങളൊന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീതി എവിടെ പോലീസേ എന്നാണ് ചോദിക്കുന്നത്. ഇത്ര ദിവസമായി ഇതുവരെയായിട്ടും ഒരു നീതി എന്ന് പറയുന്ന ഒരു സംഭവം ഈ പറയുന്ന ജിസ്മോക്കും കുഞ്ഞുങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഇവരുടെ ആ ഒരു വോയിസ് ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കിയേ. ആ പിഞ്ചു കുഞ്ഞ് ഈ നിള എന്ന് പറയുന്ന കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് ഉണ്ട്, നിങ്ങൾ അത് ആദ്യം ഒന്ന് കേട്ട് നോക്കിയേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ ഒരു വിഷമം തോന്നും. ചേച്ചി കേൾക്കാൻ പറ്റുന്നില്ല. ആരാ ഇത്? അന്നമ്മ പൊന്നാണോ? നോ പൊന്നിന് സുഖാണോ? സ്കൂളിൽ പോയിന്ന് ടീച്ചറെ വല്ലതൊക്കെ പഠിപ്പിച്ചോ? അന്നമ്മ പെണ്ണിനെ കണ്ടോളാഞ്ഞു വയ്യ, എന്താ ചെയ്യാ? അന്നമ്മേ സുഖമായിട്ടിരിക്കട്ടോ, കുഞ്ഞിനെ നോയിക്കോണേ, കൊച്ചുമോളെ നോയിക്കോണം കേട്ടോ. ചേച്ചി കേൾക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും, ഇല്ലേ? എല്ലാവർക്കും വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഇവർ മരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇത്ര ദിവസമായി, എന്നിട്ട് പോലും ഇതുവരെയായിട്ടും ആ കേസ് എങ്ങും എത്തുന്നില്ല. ഈ പറയുന്ന ജിസ്മോളുടെ പിതാവും സഹോദരനും ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളതിനൊന്നും നീതി കിട്ടില്ല. ഇവിടെ ഒരിടത്ത് ഷൈനിങ് പിള്ളേരെയും കൊണ്ട് മരിച്ചിട്ട് എത്ര ദിവസമായി, അതിനും ഒരു നീതിയുമില്ല. അവിടെയും ആ ഭർത്താവ് എന്ന് പറയുന്ന കോണാപ്പൻ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ അവൻ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രക്ഷോഭ പരിപാടികൾ ഈ ജനങ്ങൾ സംഘടിപ്പിച്ച അതും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നീതി എവിടെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. അല്ല, നമ്മുടെയൊക്കെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വികാരം, കുറച്ച് ദിവസങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരുന്ന വികാരം തമ്മിൽ സംസാരിച്ചും പരസ്പരം സംസാരിച്ചും ആശങ്കകൾക്ക് ഒരു പരിഹാരമില്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മളൊരു കൂട്ടമായിട്ട് തന്നെ ഇറങ്ങി എന്താണ് അടുത്ത നടപടി, എന്താണ് ഇതുവരെ സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്, നമുക്കിതിനൊന്നും ഇതുവരെയും ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ ഔദ്യോഗികമായ ഒരു വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല. അവരെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടലിൻ്റെ വേദന, എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ പിന്നിൽ ആര്, ഇനി എന്താണ് അടുത്ത നടപടി, ഇതറിയാനായിട്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നമ്മൾ ഈ കൂടെ ആരും ഒരു
ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നതാണ്. നമ്മൾ നീർക്കാട് നിവാസികൾ എന്നൊരൊറ്റ ലെവലിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആ ഒരു ലെവലിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം നമുക്കറിയാം, ഇവിടെ പോലീസിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മൾ തികച്ചും സമാധാനപരമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു തുടക്കം, ഒരു സൂചന മാത്രമാണിത്. എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യത്തെ സൂചനയാണിത്. ഇത് വിജയിക്കുന്നതോടൊപ്പമാണ് നമ്മൾ അടുത്ത നടപടികളിലേക്ക് പോയി നമ്മൾ ഇതിന്റെ ഫലം വരെ കാണാൻ നമ്മളെല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇവിടെ ജനങ്ങളെ തെരുവിലിറക്കിയതാണ് ഈ പോലീസ്. കൃത്യമായിട്ട് ഒരു അന്വേഷണം പോലും നടക്കാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇവർ ഈ തെരുവിലിറങ്ങിയത്. ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ മരിച്ചു, എന്ത് സാഹചര്യത്തിൽ ഈ പെൺകുട്ടി പോയി ഇത് ചെയ്തു, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. ഇത്രയും ദിവസമായിട്ട് പോലും ഇതുവരെ ആയിട്ടും CCTV ദൃശ്യങ്ങളോ, ഇതും ഇപ്പൊ പറയുന്നത് ഇതാണ് പ്രാരംഭഘട്ടമാണ്. ഈ പറയുന്ന ഇവരുടെ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും ഒരു ശകലം അഭിപ്രായമില്ല. ഈ പറയുന്ന ഈ അമ്മായിമ്മ തള്ള ഉണ്ടല്ലോ, ഈ ഓക്സിജൻ തള്ള, ഇവരൊരു ടീച്ചറായിരുന്നു, ദീന ടീച്ചർ. ഇവരെക്കുറിച്ചും ഒരഭിപ്രായമില്ല. ഇവർക്ക് ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇവർക്ക് നിറത്തിന്റെ പേരിൽ വലിയ അതിശയമാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തുടുത്തു ഇല്ലേ ഈ ഓറഞ്ചിന്റെ കളറാ ഇവർക്ക്. അത്രമാത്രം അങ്ങ് സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റം പൊഴിഞ്ഞിക്കിടക്കുന്ന. പക്ഷെ ഇവർ മറ്റുള്ളവരെ കാണുമ്പോൾ ഇവർക്ക് അങ്ങ് പുച്ഛവാ. ഇവരുടെ നാട്ടിൽ മാത്രമേ ഓക്സിജൻ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും ഓക്സിജനും കിട്ടുന്നില്ല, ഒന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ കറുത്തിട്ട, ഇവർ മാത്രം അങ്ങ് വെളുത്ത് തുടുത്തിരിക്കുക, റോസാപ്പൂ പോലിരിക്കുക. എന്തായാലും നാട്ടുകാർ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. തീരുമാനിച്ചു. അപ്പം ഇനിയിപ്പോൾ 29-ാം തീയതി അവർ മുഖ്യമന്ത്രിയുടെ പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അവർ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ന്യായമായിട്ട് പെണ്ണിനെ ഭയങ്കര പീഡനമായിരുന്നെന്നാണ് അറിയാൻ കഴിയും. ഇവർ അങ്ങനെ ആരും പുറത്തോട് അങ്ങനെ അങ്ങനത്തെ അധികം ടച്ചില്ല അവർക്ക്. ഈ ചെറുക്കനാണല്ലോ ആരോടും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല നാട്ടിൽ. ഈ പെൺകൊച്ചാണെങ്കിലും അങ്ങനെ ഒന്നും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒന്നാമത് വീട് ഇവിടെ ഉള്ളിൽ കയറിയിരിക്കാൻ ആർക്കും അറിയത്തുമില്ല. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ട് അതിന് തക്കതായ കാരണം കാണണ്ടേ. അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണമല്ലോ. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയണം, അത്രേ ഉള്ളൂ. സത്യം അറിയണം. അതെ, ആ പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ തക്കതായിട്ടുള്ള ഒരു കാരണം വേണമല്ലോ. പെൺകുച്ചി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി അവിടെ ചാടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം വേണം. ആ കാരണം എന്തെന്ന് പോലീസ് കണ്ടുപിടിക്കണം. അത് മാത്രമല്ല, കൈ മുറിച്ചിട്ടുള്ള ഒരു കൊച്ച് എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി, അത് മാത്രവുമല്ല അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു, ആ വേലിയുടെ അതിൻ്റെ കൂടെ കൊച്ച് എങ്ങനെ ഇറങ്ങി, ഇതൊക്കെ അത് വലിയൊരു വേലിയാണ്. ആണുങ്ങൾക്ക് പോലും അതിൽ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ ഇറങ്ങി, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. ഇതൊന്നും പോലീസിന് അന്വേഷിക്കേണ്ട, ഒന്നും അന്വേഷിക്കേണ്ട. എന്തായാലും കേരളീയം ന്യൂസുകാർ പോയിട്ട് ഈ ഇന്റർവ്യൂ എടുക്കുകയും ഇതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതൊക്കെ കുറിച്ച് കുറേയൊക്കെ അറിയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർക്ക് ഇതൊന്നും അറിയണ്ട. നിങ്ങളാന്ന് പറയുന്ന ഈ പറയുന്ന ജിസ്മോളുടെ കൂട്ടുകാരി നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പോലും അതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ട, ഒന്നും അന്വേഷിക്കേണ്ട, നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട. ഇവിടെ പാവങ്ങൾക്ക് നീതി എന്ന് പറയുന്നത് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്തോ ജിസ്മോക്കും കുഞ്ഞുങ്ങൾക്കും നീതി വേണ്ടേ? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളേലും ഒന്ന് രംഗത്തിറങ്ങി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ഒന്നും പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ഇതിന് പ്രതികരിക്കണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ പറ്റത്തുള്ളൂ. അവിടെ കണ്ടില്ലേ ഷൈനയുടെ വിഷയം, അവർക്കറിയാം അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ആ ഒരു വിഷയം അവിടെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേന് അടുത്തത് വരും, അടുത്ത വിഷയം അവിടെ നിൽക്കും. ജനങ്ങൾ അന്നേരത്തെ ആ സംസാരം മാത്രമേ ഉള്ളൂ, പിന്നെ ഇത് ഫോളോ ചെയ്യത്തില്ല. ഏതെങ്കിലും മെയിൻ ചാനലുകാർ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ടോ? അവർക്ക് ആ എക്സ്ക്ലൂസീവ് മതി. അവർക്ക് അവരുടെ ഇവരുടെ മരണം വെച്ചിട്ട് അവരെ കുറച്ച് ആഘോഷിക്കും, അവരെ എക്സ്ക്ലൂസീവ് ഉണ്ടാക്കും, കാശുണ്ടാക്കും, അവരത് വിടും. പക്ഷേ ഈ കേരളീയം, അതോടെ ഹാർട്ട് ഫാമർ, ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം എടുത്തെടുത്ത് ചെയ്യുന്നത്. നമുക്ക് വ്യൂവും കുന്തവും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് അവർക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടേണ്ടത് ഹാഷ്ടാഗുകൾ ഇടുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ഈ ടൈം ലൈനിൽ നിർത്തേണ്ടത്. ഇല്ല എങ്കിൽ ഇവർക്കൊന്നും നീതി കിട്ടത്തില്ല. ഇന്നലെ ഷൈനി, ഇന്ന് ജിസ്മോൾ, നാളെ നമുക്കിടയിൽ ആരെങ്കിലും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനൊരു സ്റ്റോപ്പ് വരണം. ഈ പറയുന്ന യന്ത്രവന്മാരെയൊക്കെ പിടിച്ച് ഉള്ളിലിടണം, എങ്കിൽ മാത്രമേ ഇതിനൊരു സ്റ്റോപ്പ് വരത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും
ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളോട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അറിയത്തില്ല, ബീന ടീച്ചറിനൊക്കെ നിങ്ങൾക്ക് അറിയാം അവരെ പരിചയമുള്ളതാണ്. അറിയാം. പക്ഷെ അവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ മീഡിയാസിൽ കാണുന്ന പോലെ ഒരു ഇത് ഒന്ന് തോന്നുന്നു. അവരിങ്ങനെ ഈ ജിസ്മോളെ പിടിപ്പിക്കാൻ മാനസികമായി പിടിപ്പിക്കുന്ന അവരെ ചെയ്യുന്നവർ തന്നെ ആണോ? അവരെ പറ്റി എന്നാ വ്യക്തിപരമായി? അവരെ പറ്റി നല്ല അഭിപ്രായമൊന്നുമല്ല. അവരൊക്കെ ഈ പണ്ട് പോലെ കാശൊക്കെ ഉള്ളതുകൊണ്ട് ഈ മറ്റവരുള്ളൊരു പുച്ഛവും അങ്ങനെയൊക്കെ സമീപനമുള്ളവരെ തന്നെയാണ്. അങ്ങനെ എല്ലാ സാമ്പത്തികം അങ്ങനെ നോക്കി ചിന്തിക്കുന്ന ആൾക്കാരവർ. പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്? അന്ന് കണക്കായിരുന്നു. അവർക്ക് അന്ന് ഈ നിറവ്യത്യാസം ഒരുപാടുള്ള ആളായിരുന്നു. നിറവ്യത്യാസം അങ്ങനെ ശരിക്കും കാണിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അവർ. അവർക്ക് നിറവ്യത്യാസം അവർക്ക് നിറവൊന്നും അവർക്ക് പറയല്ലോ, പക്ഷേ അവരങ്ങനെയായിരുന്നു. അങ്ങനത്തെ സ്വഭാവം അവർക്കുണ്ട്. ഈ പെങ്ങളെയൊക്കെ അറിയാമായിരുന്നു? അറിയാം. ജിസ്മോളെ നേരിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ജിസ്മോളും അങ്ങനെ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ അധികം കണ്ടിട്ടില്ല. പൊതുവിൽ ഈ ബീന ടീച്ചറിനെ കുറിച്ച് പൊതുവിലെ ടീച്ചർമാർക്കുള്ള അഭിപ്രായം ടീച്ചർമാർക്കുള്ള അഭിപ്രായം അതിപ്പോൾ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നാട്ടുകാർക്കൊന്നും നല്ല അഭിപ്രായമൊന്നുമില്ല. അത് കരക്കാർക്കൊന്നും ഇല്ല. പഠിപ്പിച്ചവർക്കോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതോ ഇങ്ങനെ ഈ സംഭവം വന്നപ്പോഴാണ് അവർക്കെതിരെ മോശമായിട്ട് അറിവുന്നത്? അല്ലല്ല, അതിന് മുമ്പ് തന്നെ അവർക്ക് നല്ല അഭിപ്രായം ആർക്കൊന്നുമില്ല. പുള്ളിക്കാരനെ കുറിച്ച് അത്ര വലിയൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരെ അത്ര നല്ല ഇതൊന്നും അല്ലായിരുന്നു. നമുക്കറിയാം. ആ പിള്ളേരാണെങ്കിലും വലിയ ചാടൊക്കെ കളിച്ച് നടക്കാൻ നാട്ടുകാരോട് കൊണ്ടുപോകും ഓരോ ചെയ്യുന്നവരൊന്നും അല്ല. അപ്പനെ ചേർത്ത് ജിസ്മോളെ അപവാദമൊക്കെ പറഞ്ഞ് വരയ്ക്കുന്നൊക്കെയാ അങ്ങനെയെന്ന് അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞു അന്നേരം നമ്മളിതൊക്കെ അറിയുന്നതാണ്. ഇത്രയും സപ്പോർട്ട് കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ പോലുള്ള ആൾക്കാരോട് ജിസ്മോളെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. ആരോടെങ്കിലും ഈ പള്ളിയിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവരോടൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല നാട്ടില്. അത്രയും നല്ല മഹത്വമാണ് ഈ പറയുന്ന ഈ കുടുംബക്കാരെ കുറിച്ച്, ജിമ്മിയുടെ കുടുംബക്കാരെ കുറിച്ച്. അവർ വലിയ ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ വലിയ പണക്കാരൊക്കെയാണ്. പണക്കാർക്ക് എന്തും ആകാമല്ലോ. പിന്നെ മറ്റേ നോബിയുടെ കുടുംബവും നല്ല പണമുള്ള കുടുംബമാണ്. അവർക്ക് എന്തും ആകാമല്ലോ. ചൈനയുടെ അവസ്ഥയും നമുക്കറിയാമല്ലോ. അതും അങ്ങനെ തന്നെ അങ്ങ് പോയി. ഇപ്പോൾ ഇതാ ജിസ്മോളുടെ ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. എന്തായാലും ജിസ്മോളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി സാധനം മേടിക്കുമായിരുന്നു. അവിടുത്തെ ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കി. ജിസ്മോളുടെ ശവടക്കുന്നതിന് മുമ്പ് ഈ ചെയ്തവരെ, ഇതിന് ഉത്തരവാദിയായവരെ പിടിച്ച് സ്റ്റേഷനിലിട്ടേനെ. ഞങ്ങളെ പോലെയുള്ള ഒരു പാവങ്ങളായിരുന്നെങ്കിൽ. അവർക്ക് കാശുള്ളതുകൊണ്ടായിരിക്കും ഇത് ഒതുങ്ങിപ്പോയത്. ഞങ്ങൾക്കറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും. പക്ഷെ ആ പെണ്ണ് ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത്രയും നല്ലൊരു പെണ്ണാ. അത്ര എനിക്കറിയാം. ഉണ്ട്. ഇടപെടുമ്പോഴൊന്നും അത് ഇങ്ങനെ ഒരു കാര്യങ്ങളോ അത് അത്രയും നല്ല വകുപ്പിലിരിക്കുന്ന ഒരു പെണ്ണല്ലേ. ഒരിക്കലും അത് ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും നല്ലൊരു പെണ്ണാ. എന്നോട് എപ്പോഴും പറയുന്നത്, എൻ്റെ മോന് പിള്ളേരില്ല, 5 വർഷമായി കല്യാണം. എന്നോട് എന്നും പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആൻറ്റി, ഉണ്ടായിക്കോളും കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൊച്ചായിരുന്നു. ആ കൊച്ചിനെ കൊണ്ട് എൻ്റെ കൈ തരും. ഞാൻ അതിന് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ ഇളയ കൊച്ചിനെ. എനിക്കൊരു കടയുണ്ട്. ഞാൻ ആ കടയിൽ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ എന്നാന്ന് സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം. വീട്ടുകാരെയൊക്കെ അറിയാം. അവരുമായിട്ട് നമ്മൾ വലിയ സഹകരണമൊന്നും. ഈന ടീച്ചർ എന്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ടീച്ചറെ പറ്റി ടീച്ചർ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചറായിരുന്നു അവരൊക്കെ പറയുന്നുണ്ട്. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിള്ളേര് ടീച്ചർമാരെ പേടിയല്ലേ. ഒരു വല്ലവരും വന്ന് വല്ലതും പറയുമോ? ഇല്ല. ആത്മഹത്യ ചെയ്യാൻ യാതൊരു കാര്യമില്ലെന്നുള്ളതാ. ഈ ജിസ്മോളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഈ ജിസ്മോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് തന്നെയാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. ഈ ജിസ്മോളോട് സംസാരിച്ചിട്ടുള്ള ഓരോരുത്തരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കുന്തവും നടക്കുന്നില്ല. എന്താണല്ലേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും ഹാഷ്ടാഗുകൾ മാക്സിമം ഉപയോഗിക്കുക. അങ്ങനെയും ഈ ഒരു വിഷയം കുറച്ചു നേരം ഇങ്ങനെ നിൽക്കട്ടെ. ഇനിയും നമ്മുടെ ഇടയിൽ ഓരോ ഷൈനിമാരുണ്ടാകാതിരിക്കട്ടെ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പൊന്നു പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും